ഓവനും വേണ്ട, ബീറ്ററും വേണ്ട. ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിൽ 15 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കുക, അതിനകത്തേക്ക് 2 മുട്ട, ചെറു ചൂടോട് കൂടിയിട്ട് 1/4 കപ്പ് പാല്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് മൈദാപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ലൂസ് ആയിട്ട് കിട്ടും. ഇനി പാനിന്റെ സൈഡ് വശമെല്ലാം ഇതേപോലെ ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ഗ്യാസ് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് കേക്കിന്റെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുക. ഫോർക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഒരു ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. അതിന് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ ചേർക്കുക, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ്, 1 കപ്പ് തിളപ്പിച്ചാറിയ പാല്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഒരുപാട് തിക്കായിട്ട് വരുവാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് പാലൊഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി കേക്കിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാശയും കൂടെ ചേർത്ത് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയതിനു ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ല എങ്കിൽ എന്തെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട, കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം.